ചടയമംഗലവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം ഏകദേശം ഒരു 2 മാസം മുമ്പാണ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ സർക്കാരുമായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകാർ ഒരു സമരത്തിന് നേരിട്ടിറങ്ങി സെക്രട്ടേറിയറ്റിൽ നേരിട്ടിറങ്ങി പുറപ്പെട്ട ആ സമയം തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പം സർക്കാരുമായി ചർച്ച ചെയ്തതിൻ്റെ പേരിൽ സമരം നിർത്തി ടെസ്റ്റ് പുനഃസ്ഥാപിക്കാൻ പറഞ്ഞ് CA2 ആഹ്വാനം ചെയ്തതും ഞങ്ങളിവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങി. അപ്പോൾ ഈ DSOK എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൻ്റെ നേതാവാണ് ഈ പറയുന്ന ബൈജൂസ്. അയാൾ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങരുതെന്നും സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. നമ്മളത് കേൾക്കാത്തതുകൊണ്ട് സമരം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് അയാൾ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങി പിറ്റേ ദിവസം തൊട്ട് അയാൾ ഭീഷണിയുമായിട്ട് ഗ്രൗണ്ടിലുണ്ട്. അയാൾക്ക് ഇവിടെ നേതാവാകണമെന്നും DSOKയുടെ ഒരു സംഘടന തുടങ്ങണമെന്നും അയാൾ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. അത് കേൾക്കാത്തതിൻ്റെ പേരിൽ അയാൾ നിരന്തരമായിട്ട് ഇവിടെ ഭീഷണി, ഇവിടെ ഒരു സ്കൂളുകാരനും നിലനിൽക്കണ്ട, ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും, പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇനി കയറാൻ പറ്റത്തില്ല, എനിക്കതിനെ സഹായിക്കാൻ കൊട്ടാരക്കര ഒരു സ്കൂളുകാരനുണ്ട്, ഒരു പ്രാദേശിക നേതാവാണ് അയാൾ നമ്മുടെ ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രിയുടെ വീട്ടിലെ പഴയ ഡ്രൈവറായിരുന്നു, അയാൾ മുഖേന മന്ത്രി ഞാൻ സ്വാധീനിക്കും, മന്ത്രിയോട് പറഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ പൂട്ടിക്കും എന്ന് നിരന്തരം ഈ ഗ്രൗണ്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുമായിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന്. അതിന് പ്രകാരം അയാൾ പല പ്രാവശ്യം പഞ്ചായത്തിൽ പരാതിപ്പെടുകയും പല കാരണങ്ങളിൽ പരാതിപ്പെടുകയും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളെ പഞ്ചായത്തിൽ വിളിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം അവിടെ പറഞ്ഞിരുന്നു. ഈ 29 സ്കൂളുകാർക്കും 30 സ്കൂളുള്ളതിൽ 29 സ്കൂളുകാർക്കും അയാളെ താല്പര്യമില്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ തെറ്റെന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അത് പഞ്ചായത്തിന് പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പൊതുമുതലായതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. എന്നാലും ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി അന്ന് രാവിലെ ഈ പറയുന്ന സംഘർഷം നടന്ന ദിവസം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാണ് അയാൾ ഗുണ്ടകളെയും കൊണ്ട് ഇവിടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അയാളുടെ ആവശ്യം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ ആരും അടിപിടിക്കും മറ്റു സംഘർഷാവസ്ഥയിലേക്ക് പോയില്ല. ഇപ്പം ഈ പരാതി പുറത്ത് അയാളെ ഒന്ന് അടിച്ചാൽ അത് കേസാവും. അതോടുകൂടി പഞ്ചായത്ത് ഈ ഗ്രൗണ്ട് പൂട്ടിയിടും, നമ്മളെ പുറത്താക്കും. ഇതായിരുന്നു അയാളുടെ ലക്ഷ്യം. അയാൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ കൗണ്ടർ പരാതിയും കൊടുത്തിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ ഇവിടെയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആറ്റിങ്ങലത്തെ 2 സ്കൂളുകാരും അവിടുത്തെ കുറേ ഗുണ്ടകളെയും കൊണ്ടാണ് ഇവിടെ വന്നത്. അവർ വന്ന ഉടനെ വണ്ടി നിർത്തിയിട്ട് നേരെ ആശാനെ കയറി ആക്രമിക്കുകയാണ് ചെയ്തത്. ആശാൻ ബാലൻസ് ചെയ്ത് തറ വീഴുകയും അത് കണ്ടുകൊണ്ടുവന്ന് ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വന്ന ഗുണ്ടകളാണ് ആദ്യം കമ്പി ഊരി ഇവിടെയുള്ള പിള്ളേരെ സ്റ്റാഫുകൾ അടിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംഘർഷങ്ങളുണ്ടായി. കൂടെ വന്ന ഒരാൾ തന്നെ അപ്പോഴേ പോയി മുന്നേ പറഞ്ഞു വച്ചിരുന്ന രീതിയിൽ പോലീസിനെ കൊണ്ടുവരുന്നു. അങ്ങനെ ഗ്രൗണ്ട് പൂട്ടുന്നു. അയാളുടെ ആവശ്യമായിരുന്നു ഈ ഗ്രൗണ്ട് പൂട്ടിക്കെട്ടുക എന്നുള്ളത്, ഞങ്ങളുടെ ജീവിതമാർഗ്ഗം അവസാനിപ്പിക്കുക എന്നുള്ളത്. അത് അയാൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾ പിന്നെയാണ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയും ചാനലുകാരനെ വിളിച്ചിട്ട് ഈ ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞങ്ങളതിനൊരു പരസ്പരം സംസാരിച്ച് തീർക്കാനുള്ളൊരു പ്രശ്നമായിട്ടേ കണ്ടോളൂ. പക്ഷെ അത് ഈ ചാനലിലെ വാർത്തയോടുകൂടി അത് ഇത്രയും വൈറലായ സ്ഥിതിക്ക് ഇനി ആ രീതിയിൽ തന്നെ നമ്മളതിനെ നേരിടും. ഈ പറയുന്ന സ്കൂളുകാരന് നെടുമങ്ങാട് ഒരു സ്കൂളുണ്ട്, ആറ്റിങ്ങൽ ഒരു സ്കൂളുണ്ട്. നെടുമങ്ങാടത്തെ സ്കൂളിൽ ഒരു പെണ്ണ് വിഷയമായിട്ടാണ് അത് പൂട്ടിക്കെട്ടി കിടക്കുന്നത്. അവിടെ ഉള്ളൊരു പെണ്ണിനെ കയറി പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാം കൂടെ അടിയും കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുക. ഇതുവരെ പിന്നെ അത് തുറക്കാൻ പറ്റിയില്ല. ആറ്റിങ്ങലത്തെ സ്കൂളിൽ അയാൾ CA2വിൻ്റെ ലെറ്റർ പാഡ് വ്യാജമായിട്ട് ഉണ്ടാക്കുകയും ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുക്കുകയും 7ഓളം ലൈസൻസ് വ്യാജമായിട്ടുണ്ടാക്കി പ്രിന്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതി. അതും അയാൾക്ക് നേരിട്ടിപ്പോൾ ഗ്രൗണ്ടിൽ കയറാൻ പറ്റത്തില്ല. വേറൊരു ബോർഡ് വെച്ച സ്കൂളിൽ അയാൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ 2 സ്കൂളിലും അയാൾക്ക് കയറാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അയാളുടെ ഒരു ഏകദേശ സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഒരു സ്ത്രീ വന്ന് അയാളുടെ ഭാര്യയോ അയാൾ ഭാര്യ എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ആ സ്ത്രീ വന്ന് ഇത്രയും വൃദ്ധനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനെ കയറി അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല. അപ്പോൾ തന്നെ അറിയാം അവരുടെ ഒരു രീതി എന്താണ്, അവരുടെ ഒരു മനോഭാവം എന്താണെന്നുള്ളത്. അങ്ങനെ ഒരാളെ ഇവിടെ വച്ചു ഉറപ്പിക്കാൻ പറ്റില്ല. പഞ്ചായത്ത് എടുക്കുന്ന എന്ത് തീരുമാനത്തിനും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. അയാൾ ഇവിടെ ഇൻസ്ട്രക്ടർ വേണം, ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻസ്ട്രക്ടർ വേണമെന്നുള്ളൊരു നിർദ്ദേശം വന്നപ്പോൾ, മന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു നിർദ്ദേശം വന്നപ്പോൾ അയാളൊരു വ്യാജ ഇൻസ്ട്രക്ടറുമായിട്ട് ഇവിടെ വന്നു. അതിനെ ഞങ്ങൾ അനുവദിക്കൂല. സാറ് പറഞ്ഞു സ്കൂളിൻ്റെ ലൈസൻസ് കാണിക്കണം, ഇൻസ്ട്രക്ടറുടെ പേര് നോക്കണമെന്ന് പറഞ്ഞപ്പം അതിന് അനുവദിക്കൂല എന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് ഇവിടെ വലിയ സംഘർഷം ഉണ്ടായി. അന്ന് നിന്ന കുട്ടികളെ ഒരാളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. ഉദ്യോഗസ്ഥരും നിന്ന് തിരിയാൻ സമ്മതിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തി. അതിന് മുഖാലം പിന്നെ നിരന്തരം പരാതി ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ പറഞ്ഞ് സോൾവ് ചെയ്ത് ടെസ്റ്റിന് വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞ് ആ പ്രശ്നം അവസാനിപ്പിച്ചതാണ്. പിന്നെയാണ് ഇയാൾ ഈ ഗുണ്ടകളെയും കൊണ്ടുവന്ന് ഇവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇനി വരുന്ന എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂട്ടായ്മയും ഞങ്ങളും എല്ലാവരും ഒന്നിച്ച് തന്നെ നിൽക്കും. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളതിനെ നേരിടും. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് എൻ്റെ പിള്ളേരുമായിട്ട് ഞാനിവിടെ വന്ന് ട്രയൽ എടുക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. സംഘർഷമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നീട് ഞാൻ ട്രയലെടുത്ത് തീർന്ന് ഇറങ്ങി നിന്നപ്പോഴാണ് ഇവർ 2-3 വണ്ടിയായിട്ട് ഇവിടെ വന്നിട്ട് ഈ ആൾക്കാരെയും കൊണ്ട് ഇവിടെ വരുന്നതും ഇവൻ ഇറങ്ങി വന്ന് എന്നെ
എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ചീത്ത വിളിച്ചിട്ട് പിന്നീട് ഇവനെ ഞാൻ ഇവിടെ വെച്ചേക്കില്ല, ഇവനെ ഞാൻ പിന്നീട് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആണ് ഇവൻ്റെ പെണ്ണ്, അവൻ്റെ ഭാര്യയാണ് വന്ന്, അവൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൾ വന്ന് എൻ്റെ അടിച്ച് എൻ്റെ കവാലത്തിനടിക്കുകയും എന്നെ തള്ളിയിടുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ ഉള്ള പ്രവർത്തനമാണ് അവരിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് അപ്പോഴത്തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുത്ത് പിന്നീട് കടയ്ക്കലത്തേക്ക് റെഫറൽ ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് നമ്മളെ വന്ന് ഉപദ്രവിച്ചതും ഈ രീതിയിൽ ഒക്കെ ചെയ്തതും. അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കിപ്പോഴും എൻ്റെ ചെവിക്കന്നും ഒക്കെ ഭയങ്കര വേദനയും അതും ഇതുമൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ എന്തായിരുന്നാലും ഇത്രയും സംഘർഷാവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ മുൻ വൈരാഗ്യം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. ഞാനുമായിട്ടുള്ള വൈരാഗ്യം എനിക്ക് അറിയില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല, എന്ത് വൈരാഗ്യമാണ് എനിക്ക് അറിയില്ല. അവൻ്റെ പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത് ഞാനാണ്. അവൻ്റെ പൈസ സന്തോഷമായിട്ട് തിരിച്ചു മേടിച്ചിട്ടാണ് അവൻ ഈ പ്രവൃത്തികളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. സംഭവം നടക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആളാണ്. രാവിലെ മുതൽ ഞാനും ഇവിടെ വന്ന് ട്രയൽ എടുക്കുന്ന സമയത്താണ് ആദ്യം രാവിലെ ഒരു വിഷയം നടക്കുന്നത്. ട്രാക്കിൽ എച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ബൈജൂസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വണ്ടി കൊണ്ടുവന്ന് ട്രാക്കിലോട്ട് ഇടിച്ച് കയറ്റുമായിരുന്നു. ഞാനും അവിടെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രയൽ എടുക്കാൻ വേറെ ഒരു സ്കൂളുകാരെയും ട്രയൽ എടുക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ വഴക്കുണ്ടാക്കി ഇവിടെ കുറച്ച് പേരെയും കൊണ്ട് ഇരുന്നിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 4 മണിക്ക് ശേഷം വന്നാൽ ഞങ്ങളെല്ലാവരും ഇവിടെ ഗ്രൗണ്ടിൽ നിൽക്കവെയാണ് പുള്ളിക്കാരൻ വരുന്നത്. വന്നിട്ട് വേറെ സ്കൂളിൽ ആനീസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ വണ്ടിയിൽ ഒരു 4-5 പേരും ഉണ്ടായിരുന്നു. അതുപോലെ പുള്ളിക്കാരൻ്റെ വണ്ടിയിലും 4-5 പേരുമായിട്ടാണ് വന്ന് ഈ ബൈജൂസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫ് ഇവിടെ നിൽക്കുന്ന നമ്മളെ ഗ്രൗണ്ടിലെ ഏറ്റവും മുതിർന്ന ഒരു ആശാൻ, അതായത് ദേവിയിൽ അണ്ണൻ ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഇറങ്ങി വന്ന് ഒരു കാര്യമില്ല, പുള്ളിക്കാരൻ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞാണ് അടിച്ചത്. പക്ഷേ പുള്ളിക്കാരൻ ഒന്നും പറഞ്ഞില്ല, ഇവിടെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. വന്ന് കവാലത്തിന് അടിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ മേളിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ ആ സംഭവം നടക്കുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ആവുകയും ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഞാനും ഉണ്ടായിരുന്നു. എനിക്കും എൻ്റെ കൈ പിടിച്ച് വലിക്കുകയും എൻ്റെ കൈക്ക് പ്രശ്നമുണ്ട്, ഡോക്ടറെ പോയി കണ്ടു, ഓർത്തോയിൽ കാണിക്കാൻ പറഞ്ഞു. ഏതൊരു തൊഴിൽ മേഖലയിലും തൊഴിലാളികൾക്ക് സംഘടിക്കുന്നതിനും അവരുടെ തൊഴിൽ ഉറപ്പാക്കുന്നതിനും തൊഴിൽ തടസ്സമില്ലാതെ നടത്തിക്കൊണ്ടുപോയി അവൻ്റെ ഉപജീവന മാർഗം നേടുന്നതിനും ഏതൊരു തൊഴിലാളിക്കും ഏത് സംഘടനയിൽ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ CITU എന്ന പ്രസ്ഥാനത്തിലൂടെ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. ഇത്രയും ഈ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും CITUവിലെ അംഗങ്ങളാണ്, CITUവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിയൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. CITU ആണ് ഞങ്ങൾ ഇവിടെ നിലനിർത്തുന്നത്. ഈ ബൈജൂസ് എന്ന് പറയുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരൻ അകാരണമായാണ് ഈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. മുഴുവൻ ഞങ്ങൾ 29 സ്കൂളുകാരെയും ഈ ചടയമംഗലത്ത് നിന്ന് പൂട്ടിക്കും, ഞങ്ങളെ ഇവിടുന്ന് തുരത്തും എന്നുള്ള വാശിയോടുകൂടിയ ഒരു തീരുമാനമാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. ഞങ്ങളെ ഒരു മുതിർന്ന ആശാനാണ് അദ്ദേഹം കടയ്ക്കൽ ദേവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തെയാണ് ഈ ബൈജുവിൻ്റെ ഭാര്യ എന്ന് പറയുന്ന റീജ വണ്ടിയിൽ വന്നിറങ്ങുകയും ഗുണ്ടായുസം കാണിച്ച് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിനെ ആക്രമിക്കുകയും ചെയ്യുന്നത്. ഞാൻ പുതുതായിട്ട് തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളാണ്. അപ്പോൾ ഞാനിപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം ആദ്യമാണ് ഗ്രൗണ്ടിലൊക്കെ വന്ന് തുടങ്ങിയത്. അപ്പോൾ ഞാനന്ന് ശനിയാഴ്ച ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് രാവിലെ വന്നപ്പം നമുക്ക് ആദ്യം വരുന്ന ആൾക്ക് അതനുസരിച്ചാണ് നമുക്ക് പരിഗണന കിട്ടുന്നത് ട്രയൽ ചെയ്യാനായിട്ട്. അപ്പം പുള്ളിക്കാരൻ അത് വന്നിട്ട് നമുക്ക് ആദ്യം തന്നെ പുള്ളിക്ക് ട്രയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അതെല്ലാം ബാക്കി എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും നല്ല സഹകരണത്തോടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഞാൻ ഇപ്പം തുടങ്ങിയേ ഉള്ളൂ പുതുതായിട്ട്. പക്ഷെ എല്ലാവരും നല്ല സഹകരണമാണ്, നല്ല രീതിയിൽ തന്നെ എല്ലാവരും കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ആദ്യം ടെസ്റ്റ് ചെയ്യണം, പിന്നെ സമയം നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യം വരുന്നവരാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് അത് പറ്റത്തില്ല. പുള്ളിക്ക് തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് ശനിയാഴ്ച ദിവസം ഇതിനൊക്കെ രാവിലെ വന്നിട്ടുണ്ട്, കുറേ ദിവസം ഇവിടെ നിന്നിട്ട് പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞാണ് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് നമ്മളെ ദേവിയേശാൻ അടിക്കുന്നത്. അപ്പോൾ ഒരു കാരണമില്ലാതെ പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഭാര്യയാണ് വന്ന് മർദ്ദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം അദ്ദേഹം മൊത്തത്തിലൊരു പ്രശ്നക്കാരനാണെന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് പിന്നെ ഞാൻ പുതുതായിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ശനിയാഴ്ച വൈകിട്ട് ഒരു 4 മണിയോടുകൂടിയാണ് നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ ട്രയൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു 2 വണ്ടി, അതായത് ഒരു വണ്ടി ബൈജൂസിൻ്റെ വണ്ടിയാണ്, വേറൊരു വണ്ടി ഈ ചടയങ്ങൾ RTOയുടെ പരിധിയിലുള്ള വണ്ടിയല്ല. അത് ആറ്റിങ്ങൽ മേഖലയിൽ സ്കൂൾ നടത്തുന്ന ഒരു ആനീസ് എന്ന് പറയുന്ന ട്രെയിൻ സ്കൂള്. അതിൻ്റെ അകത്ത് 3-4 പേരുണ്ട്, 4 ആണുങ്ങൾ
രണ്ട് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെയാണ് വന്നിട്ട് നമ്മുടെ ഗ്രൗണ്ടിൽ ഈ ആശാനെ ആദ്യം അടിക്കുകയാണ് ചെയ്തത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആശാനെ ആയിട്ട് വാക്കുകൾക്ക് ഇങ്ങനെ ഉണ്ടായി വന്ന സമയത്ത് പിന്നെ ആശാന്റെ കവളത്ത് അടിക്കുകയാണ്. അതായത് ഈ ബൈജൂസിന്റെ കൂടെ വന്ന സ്ത്രീ ഭാര്യയാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. കൂടെ വന്ന സ്ത്രീ മുഖത്തടിക്കുകയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്താണ് എല്ലാവരും വന്ന് പിടിച്ചു മാറ്റുകയും ആ സമയത്ത് വീണ്ടും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഗുണ്ടകളെ പോലുള്ള 4-5 പേരാണ് വന്നത്. അവന്മാർ എല്ലാവരെയും ഗ്രൗണ്ടിലുള്ള എല്ലാവരെയും ആക്രമിക്കാൻ മുതിരുകയും ആ സമയത്ത് പിടിച്ചു മാറ്റി. ആ സമയത്ത് എൻ്റെ കൈക്ക് എപ്പോഴും നീരുണ്ട്. അന്ന് ആശാനെ അടിച്ച സമയത്ത് നമ്മൾ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാണ്. കൈക്ക് നീരുണ്ട്, ശരീരത്തിൽ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി. അങ്ങനെ ആക്രമണം ഉണ്ടായ സമയത്ത് എല്ലാവരും പിടിച്ചു മാറ്റി എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടതിന് ശേഷം വീണ്ടും ഇവിടെ വന്ന് ഭീഷണി മുഴക്കുകയും ഈ പുറത്തുനിന്നുള്ള സ്കൂളുകാരാണ് പുറത്ത് അതായത് അന്ന് രാവിലെ ഇവിടെ സംഘർഷം നടന്നപ്പോഴും ഞങ്ങളില്ലായിരുന്നു. ഞങ്ങൾക്ക് വേറൊരു കാര്യമായിട്ട് പോകേണ്ടി വന്നു. പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും മേളിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഈ ആശാനെ അടിക്കുന്നതെന്ന് പറഞ്ഞൊരു ഭയങ്കര ബഹളം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. അപ്പോൾ ഒരു സ്ത്രീ അവൻ്റെ ഭാര്യയാണെന്നാണ് പറയുന്നത്. ആ സ്ത്രീ വന്ന് ഞങ്ങൾക്കുള്ള ഇവിടെ ഈ ഗ്രൗണ്ടിലുള്ള മുതിർന്ന ഒരു സാറിനെ അടിക്കുകയും അത് കണ്ടുകൊണ്ട് നിന്ന് ഇവിടെ ആരും കണ്ടുകൊണ്ട് നിൽക്കത്തില്ല. ഇവിടെ ഒരു കൂട്ടായ്മയാണ്, ഇവിടെ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നവരാണ്. ഇപ്പോൾ ഈ ബൈജൂസ് എന്ന് പറയുന്ന അവനാണ് ഇവിടെ ഞങ്ങളെ എല്ലാവരും തകർക്കാനായിട്ട് വന്നേക്കുന്നത്. ഞങ്ങൾക്കുള്ള ജീവിതമാർഗ്ഗമാണ് ഞങ്ങളെ ഈ ഡ്രൈവിംഗ് പരിശീലനം. അങ്ങനെ അടിക്കുന്ന കണ്ടാൽ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ അടിക്കുന്നുണ്ട്, ഞങ്ങളാരും വെറുതെ നിൽക്കത്തില്ല. അത് 3 തരമായിട്ടുള്ളൊരു കാര്യമാണ്. കുറേ ഗുണ്ടകളും അല്ലാത്തവരും കൂടെ വന്നാണ് ഇവിടെ ആ സാറിനെ ആക്രമിച്ചത്. ഞാനൊരു വിധവയാണ്. എൻ്റെ കുടുംബം മാറ്റാനാണ് ഞാൻ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നത്. അസ്ഥിരം ഇപ്പോൾ എത്ര വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ ഗ്രൗണ്ടും ഇത്രയും ആക്കിയതിന് മൊത്തം ഞങ്ങൾക്കുള്ള സ്വർണ്ണങ്ങൾ താലി വരെ പണയം വെച്ചാണ് ഞങ്ങൾ ഈ ഗ്രൗണ്ട് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ടാണ് ഫണ്ട് ഞങ്ങൾ ചോദിച്ചത്. അപ്പോഴാണ് അവൻ പറഞ്ഞത് പഞ്ചായത്തിലേക്ക് കൊടുക്കാനാണെന്ന്. അതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇത് മൊത്തവും ഈ ഗ്രൗണ്ട് ഉണ്ടാക്കിയതെല്ലാം ഞങ്ങളുടെ വിയർപ്പാണ്. അല്ലാതെ ഇന്നലെ വന്ന അവനിവിടെ കൊടുക്കാനുള്ള അവനിവിടെ കയറി അവൻ്റെ സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ നടത്താൻ പറ്റത്തില്ല. അവൻ DSOKയിലെ മെമ്പറാണോ എന്തുവാണോ അത് അറിയത്തില്ല. ഈ മൊത്തം പിരിവും അവനിവിടെ കൈയേറണം. അവന് പ്രസിഡൻ്റ് ആവണം, സെക്രട്ടറി ആവണം, അവൻ്റെ അധീനതയിൽ ഈ ഗ്രൗണ്ട് പോകണം എന്നതാണ് അവൻ്റെ ലക്ഷ്യം. അല്ലാതെ അതിന് ഭിന്നത ഈ ആൾക്കാരെ മൊത്തം ഭിന്നിപ്പിക്കാനാണ് അവൻ നോക്കുന്നത്. പിന്നെ മുതിർന്നൊരു ആശാനുണ്ട്. ആ ആശാനെ അടിക്കാനൊക്കെ വന്ന് പിന്നെ ഭീഷണി കാര്യങ്ങളൊക്കെ പിന്നെ കുറേ ഗുണ്ടകളൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര ഇതൊക്കെയായിരുന്നു. പിന്നെ എല്ലാവരും അയാൾ എന്തൊക്കെ ചെയ്യും, ഇവിടെ ആരും എടുക്കത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു